ഹലോ ഫ്രണ്ട്സ്, ഇന്നിതാ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ നമ്മൾ മുരിങ്ങാത്തായി നല്ല ഇലകളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായി നിൽക്കുന്നു. അപ്പം ഒരു മുരിങ്ങേൻ്റെ കറി ഉണ്ടാക്കിയില്ലെങ്കിൽ മോശമല്ലേ. അപ്പം നമുക്ക് ഏതായാലും അത് അതിൻ്റെ തണ്ടൊക്കെ എടുത്ത് നമുക്ക് ഇലയൊക്കെ നുള്ളി ഒരു കറി ഉണ്ടാക്കിയാലോ. ഇപ്പോൾ തണ്ടൊക്കെ പൊട്ടിച്ചെടുക്കുകയാണേ. നല്ല തിളർത്ത് നിൽക്കുന്നുണ്ട് ഇലകളൊക്കെ. അപ്പോൾ ഓരോ തണ്ടായി പൊട്ടിച്ചെടുക്കുക. നല്ല നിഗറുണ്ട് കേട്ടോ. നല്ല വേണ്ട ഒരു ടേസ്റ്റി കറിയും ഹെൽത്തി കറിയും ആക്കി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ആ തണ്ടൊക്കെ പറിച്ചെടുത്ത് നല്ല ഫ്രഷ് അല്ല കേട്ടോ, നല്ല അടിപൊളി കറി ഉണ്ടാക്കാൻ വെച്ചിട്ട് നുള്ളിയിടാണ്. കുറച്ച് മെനക്കെട്ട പണിയാണ്, എന്നാലും നല്ല രസമല്ലേ. അപ്പോൾ നമ്മളെ പണി തീർന്നേ, ഇലയൊക്കെ നുള്ളി ഫിനിഷാക്കി. അപ്പോൾ ഞങ്ങളെ വീട്ടിലുണ്ടാക്കുന്ന കറി ഇങ്ങനെയാണ്. ആദ്യം പരിപ്പെടുത്തിട്ട് നന്നായി കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് ഒരു 3-4 വിസിലടിച്ച് നന്നായി വേവിച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുക്കറിൽ പരിപ്പിട്ട് നന്നായി വേവിക്കുകയാണ്. അപ്പോൾ നമ്മളെ പരിപ്പ് ഇവിടെ റെഡിയായേ. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായി തിളപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നാക്കി വെച്ച ഇല അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം നന്നായി വേവിച്ചെടുക്കുക. കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് പിന്നെ നന്നായി തിളപ്പിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ നന്നാക്കി വെച്ച ഇല ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ മുരിങ്ങേൻ്റെ ഇല കുക്കറിലേക്ക് ഇടാണ്. ഇനി നന്നായി കിടന്ന് വീഴട്ടെ. പല വേവുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുക. അപ്പോൾ കുറച്ച് തേങ്ങയും പിന്നെ ജീരകവും 2 അല്ലി വെളുത്തുള്ളി കുറച്ച് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അത് മിക്സീൻ്റെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങയുടെ അരപ്പ് ഇവിടെ റെഡിയായി. ഇനി ഇത് മുരിങ്ങേൻ്റെ ഇലയിലേക്ക് ഇട്ടെടുത്തിട്ട് കറി നന്നായി ഇളക്കി അധികം തിളപ്പിക്കേണ്ട, ഒരു വേവ് ആകുമ്പോഴത്തേക്കും പിന്നെ എടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇതവിടെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് ഗ്യാസിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മുരിങ്ങയിലേൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതേ രീതിയിലൊക്കെ തന്നെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.